ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള വണ്ടി ഇന്ന് ടൊയോട്ടയുടെ ക്യാമറിയാണ്. ടൊയോട്ടയുടെ ആഡംബര വാഹനമായ ക്യാമറി സെഡാനാണ്. ഇതൊരു ന്യൂലി സ്ട്രക്ചേർഡ് ഡിസൈനാണ്. ഇപ്പോൾ ഡിസൈൻ ഫുള്ളി മാറ്റിക്കഴിഞ്ഞു. വണ്ടിയുടെ ലെങ്ത് കണ്ടോ, വണ്ടി എവിടെ കൊണ്ടിട്ടാലും 4 പേര് നോക്കും, അങ്ങനത്തെ ഡിസൈനാണ് വണ്ടി. കളറും ഇത് അടിപൊളി റെഡ് കളറാണ്, ഒരു ചെറി കളറാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് ഒരു ഐ ലിഡ് പോലത്തെ ഒരു രീതിയിലുള്ള ഹെഡ്ലൈറ്റാണ്. പ്രൊജക്ടറാണ്, ഡ്യുവൽ പ്രൊജക്ടർ. അഡാസ് വരുന്നുണ്ട്. ഫ്രണ്ട് ഗ്രില്ല്, ഇത് സെൻസേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. 360 ക്യാമറ വരുന്നുണ്ട്. ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. പെട്രോളും ബാറ്ററിയും കൂടെ ചേർന്ന് വരുന്നതാണ്. ഹൈബ്രിഡ് ടെക്നോളജിയാണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ മൈൽഡ് ഹൈബ്രിഡ് അല്ല, സ്ട്രോങ് ഹൈബ്രിഡ്. നല്ല മൈലേജാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ എൻജിൻ ബേ. വെൽ പാക്ഡ് എൻജിൻ റൂമാണ് ഇത്. എൻജിൻ, പിന്നെ ഇത് അതിൻ്റെ ഇലക്ട്രോണിക് കമ്പോണൻസും കാര്യങ്ങളും. ഹൈഡ്രോളിക് ആണ് വരുന്നത്, ഡ്യുവൽ ഹൈഡ്രോളിക്. ഇതാണ് ഇതിൻ്റെ അലോയ്സ് വരുന്നത്. ഹൈബ്രിഡ് ടെക്നോളജിയാണ്. LED ടൈലാണ് വരുന്നത്. നമുക്കിതിൻ്റെ ബൂട്ട് തുറക്കാം. ഇവിടെയാണ് സ്വിച്ച് ഈ ഭാഗത്താണ് വരുന്നത്. വലിയ സ്പേഷ്യസ് ക്യാബിനാണ് ബാക്ക് ബൂട്ട്. വെൽ പാക്ഡ്. പിന്നീട് കാര്യങ്ങൾ അലോയ് വീൽസാണ് വരുന്നത്. സ്പെയർ ടയർ കിറ്റും കാര്യങ്ങളുണ്ട്. നമുക്കിതിൻ്റെ ബാക്ക് സീറ്റിലോട്ട് കിടക്കാം. ബാക്ക് സീറ്റ്, ഇതാണ് ഇതിൻ്റെ ബാക്ക് സീറ്റ് വരുന്നത്. നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റിൽ തന്നെ ഫുള്ളി ക്ലസ്റ്ററിലാണ്. നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻക്ലൈൻ, ഡിക്ലൈൻ, പവർ മോഡ്. ഇത് ഷെയ്ഡിൻ്റെ ആണ്. അതായത് ഈ ബാക്കിലത്തെ ഷെയ്ഡ് നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ഷെയ്ഡാണ്. പിന്നെ AC-യുടെ ടെമ്പറേച്ചർ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ സീറ്റ് ഇത് നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. റൈറ്റ് സൈഡ് ഇരിക്കുന്ന ആളുടെ സീറ്റും ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്ന സീറ്റും നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കുഷനാണ്, ഫ്ലോർ മാറ്റെല്ലാം. AC വെൻ്റ് ഉണ്ട്. 2 പവർ സീറ്റ്. ഇത് ഫോർവേഡും ബാക്കും ആക്കാൻ പറ്റും. ഇവിടെ ഇരുന്നിട്ട് പിന്നിലിരുന്നുകൊണ്ട് മുന്നിലത്തെ ആളിൻ്റെ സീറ്റിനെ നമുക്ക് ഇവിടെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻക്ലൈൻ, ഡിക്ലൈൻ. ഈ സ്ക്രീനിൽ ഫോട്ടോ, മ്യൂസിക്, വീഡിയോ, ഫോൺ ലിങ്ക്, വൈഫൈ, ഡ്യുവൽ സ്ക്രീൻ, HDMI, പിന്നെ ആപ്സ്, യൂട്യൂബ് കാണാം, പ്ലേ സ്റ്റോർ ഉണ്ട്, ക്രോം ഉണ്ട്. ഇത് ഇത്രയാണ് ഈ സ്ക്രീനിൽ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസാണ്, തല തട്ടത്തില്ല. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഫ്രണ്ടിലോട്ട് പോകാം. ഇതാണിതിൻ്റെ ഇൻറ്റീരിയർ വ്യൂ വരുന്നത്. വലിയ ഹാൻഡ് റെസ്റ്റാണ്. വലിയ ഹാൻഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഹാൻഡ് റെസ്റ്റാണ്. ഇതാണ് ഇതിൻ്റെ ഗിയർ നോബ് വരുന്നത്. എക്കോ, നോർമൽ, സ്പോർട്ട്, EV മോഡ്, ഹോൾഡ്, ഓട്ടോ പാർക്ക്. സ്റ്റിയറിംഗ് ഒക്കെ നല്ല സ്മൂത്താണ്. ഓട്ടോ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. എന്താ പറയുക, ഒരു നല്ല പ്രീമിയം കുഷനിങ് ആണ് ചെയ്തേക്കുന്നത്. എയർ ബാഗിൻ്റെത് അവിടെ. നല്ലൊരു സ്ക്രീനാണ്, വലിയ സ്ക്രീനാണ്. AC-യുടേത്. AC അഡ്ജസ്റ്റ് കാര്യങ്ങൾ ഇവിടെ. വയർലെസ്സിൻ്റെ ചാർജർ ഇവിടെ.
USB പോർട്ടുണ്ട്. എല്ലാം സി ടൈപ്പാണ് വരുന്നത്. പിന്നെ ഇതിൽ 2-way മെമ്മറി സീറ്റാണ് വരുന്നത്. ഇവിടെയാണ് അഡ്ജസ്റ്റ് വരുന്നത്, 2-way മെമ്മറി സീറ്റ്. പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയുടേത് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ബ്രൈറ്റ്നസ് ഇതാക്കാനായിട്ട്. പിന്നെ നമുക്ക് ബാക്കിലത്തെ ഷെയ്ഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്വിച്ച് ഫ്രണ്ടിലുണ്ട്. ബാക്കിലെ ഷെയ്ഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിൽ അഡാസ് ഫീച്ചർ വരുന്നതാണ്. ഇതിൽ നമുക്ക് ലൈൻ കൺട്രോൾ അഡ്ജസ്റ്റ്, ക്രൂസ് കൺട്രോൾ, പിന്നെ ലിമിറ്റ് ചെയ്ത് വയ്ക്കാം, ലിമിറ്ററുണ്ട്, പിന്നെ വോളിയം അപ്പ് ഡൗൺ, വണ്ടിയുടെ എനർജി ഫ്ലോ കാര്യങ്ങൾ ഇതെല്ലാം സ്ക്രീനിൽ കാണിക്കും. പിന്നെ ഇതിനകത്ത് ആവറേജ് കാണിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ക്ലസ്റ്ററാണ്, നീറ്റ് ആൻഡ് ക്ലീൻ, എല്ലാം അതിനകത്ത് ഇൻക്ലൂഡാണ്. ക്രൂസ് കൺട്രോൾ, സെറ്റിങ്സ്, ഡ്രൈവ് ഇൻഫോ, EV ഡ്രൈവിംഗ് റേഷ്യോ, വണ്ടിയുടെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഫ്യൂവൽ എത്ര ഉണ്ട്, പിന്നെ ടെമ്പറേച്ചർ എത്ര ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് ബെൽറ്റ് ഇടാം. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് ഇതാണ് വരുന്നത്. ഇതിന് നമുക്കിതിൻ്റെ ഡ്രൈവിലോട്ട് കിടക്കാം. ഡ്രൈവ് മോഡ് ഇട്ടു. ഇപ്പോൾ ഇതിൻ്റെ എൻജിൻ ഓഫായി. EVയിലാണിത്. ഒരനക്കവും ഇല്ല. EV വെഹിക്കിൾ ഓടിച്ചണക്കാണ്. സ്മൂത്ത് വണ്ടിയാണ്, സെഡാനാണ്. എന്താ പറയുക, ഒരു ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. സൈലൻ്റാണ് വണ്ടി, ശാന്തനായൊരു വാഹനം. ഇപ്പം എൻജിൻ ഓണായി. ഡ്രൈവ് മോഡ്, വണ്ടി കംഫർട്ടിൻ്റെ ലെവലിൽ വണ്ടി അന്യായം, പറയാതിരിക്കാൻ വയ്യ. കണ്ടോ, വണ്ടി കൊളീഷൻ്റെ വാണിംഗ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ചേർത്ത് എടുക്കുമ്പോൾ പിന്നെ ഇത് നമ്മുടെ ഇന്ത്യൻ റോഡിൽ എന്തായാലും ഈ വാണിംഗ് എപ്പോഴും ഇങ്ങനെ വർക്കായിക്കൊണ്ടേയിരിക്കും. കാര്യം ട്രാഫിക് എപ്പോഴും ജാമാണല്ലോ. വണ്ടി നല്ല നീളമാണ്, അപ്പോൾ എപ്പോഴും ബാക്ക് സൈഡ് നോക്കിക്കോണം. കാര്യം JBLൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. ഇപ്പം
അപ്പം ഞാൻ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഓൺ ആക്കിയായിരുന്നു. ഇപ്പം ലൈൻ ഇട്ടായിരുന്നു. ഇനി സ്റ്റിയറിങ്ങിലൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് ക്രൂസ് ഇട്ട് കഴിഞ്ഞാൽ ക്രൂസുമായി ഈ സ്പീഡിൽ തന്നെ ലൈനിൽ പിടിച്ചോളും. വണ്ടി ലൈനിൽ നിന്ന് ചേഞ്ച് ആവത്തില്ല. ഈ 2 ലൈനും കീപ്പ് ചെയ്ത് വണ്ടി പോകും. ഇപ്പോൾ 39 സ്പീഡിൽ ക്രൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ലൈൻ അസിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇനി ലൈനിൽ നിന്ന് മാറിപ്പോകത്തില്ല, ലൈൻ കീപ്പ് ചെയ്തോളും. അത് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഹാൻഡിൽ കൈ വെച്ചാൽ മതി. നമുക്കിതിൻ്റെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഒന്നും കൂടെ നോക്കാം. അതായത് ആദ്യം നമുക്ക് ലൈൻ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഓൺ ആക്കി ലൈൻ അസിസ്റ്റ് ആക്കി. ഇപ്പോൾ देखो സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ആകുന്നുണ്ടോ. എന്നിട്ട് നമ്മൾ ക്രൂസ് കൺട്രോളും കൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് കുറയത്തില്ല. വണ്ടി ഇപ്പോൾ 63 സ്പീഡിൽ ക്രൂസ് കൺട്രോൾ ഓൺ ആണ്. നമ്മൾ 2 കൈയും സ്റ്റിയറിംഗ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റിയറിംഗ് സെൻസ് ചെയ്യും. പിന്നെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. എങ്ങനെയുണ്ട്? നമ്മളൊന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്ട്രൈക്ക് ചെയ്താൽ പോലും സ്റ്റിയറിംഗ് ഉണ്ടോ, വണ്ടി മാറത്തില്ല. വണ്ടി ലൈൻ കീപ്പ് ചെയ്ത് തന്നെ നിൽക്കും. കാരണം ഓൾറെഡി ഡോട്ടഡ് ലൈൻസും സ്ട്രൈറ്റ് ലൈനും വണ്ടി സെൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് വെട്ടിച്ചാലും ഇങ്ങോട്ട് വെട്ടിച്ചാലും വണ്ടി ബാലൻസ് ആവുന്നുണ്ടോ. ആ ഒരു സ്റ്റെബിലിറ്റി തന്നെ വണ്ടി നിൽക്കും. വണ്ടി മാറിപ്പോകത്തില്ല. ഇതൊരു ഉഗ്രം ഫീച്ചറാണ്. കാര്യം നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ കണക്ക് വണ്ടി കൊളീഷൻ ആവാൻ ചാൻസ് ഇല്ല എന്നല്ല, പക്ഷേ ചാൻസസ് പറഞ്ഞ കണക്ക് ജസ്റ്റ് ഒരു 10% ഉള്ളൂ. ബാക്കി ഫുൾ ഓക്കെയാണ്. ഇപ്പം നമുക്കൊരു വാർണിംഗ് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ നമ്മൾ കയ്യിൽ തന്നെ എടുക്കണമെന്ന് പറഞ്ഞൊരു വാർണിംഗ് പറഞ്ഞിട്ടുണ്ട്. കാര്യം റോഡ് നാരോ റോഡായിട്ട് വരിക. അപ്പം അതിന് ഡിറ്റക്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടത് നമ്മൾ സ്റ്റിയറിംഗ് ടേക്ക് ഓവർ ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ പിന്നെയും തിരിച്ച് ഓക്കെ ആയി എന്ന് പറഞ്ഞ് പിന്നെയും മെസ്സേജ് വന്നായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ ക്രൂസ് ചെയ്തു. 64 സ്പീഡിലാണ് ക്രൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്നും കൂടെ ക്രൂസ് നമ്മളിപ്പോൾ ഒരു 79 സ്പീഡ് ADAS ഓൺ ഡ്രൈവിംഗ്. എത്രയോ സെക്കൻഡ് കഴിയുമ്പോൾ സ്റ്റിയറിംഗ് വീലിൽ നമ്മൾ കൈ വെച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ വണ്ടി മാറിപ്പോകത്തില്ല ലൈനിൽ നിന്ന്. കാരണം ലൈൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളത് സ്റ്റിയറിംഗ് കൈ വെക്കാനായിട്ട് മെസ്സേജ് വന്നു, കൈ വെച്ചു, പിന്നെ അത് ചേഞ്ചായി, ഇനിയും മാറ്റം. അടിപൊളി ഫീച്ചറല്ലേ. EV പ്ലസ് മൈലേജ്, ഹൈബ്രിഡ് ടെക്നോളജി, പെട്രോൾ എൻജിൻ, ടൊയോട്ട, ADAS ഒരു ഉഗ്രം കോമ്പിനേഷനാണ്. സ്റ്റിയറിംഗ് വീലിൽ കൈ വയ്ക്കാനായിട്ട് മെസ്സേജ് വന്നു. വണ്ടി ഓട്ടോയിൽ സ്ലോ ആയി. ഇപ്പോൾ ക്രൂസ് കൺട്രോൾ എല്ലാം ഓഫായി. നമുക്കിതിൻ്റെ സ്പോർട്സ് മോഡ് ഇടാം. സ്പോട്ട് ഇട്ട് കഴിയുമ്പോൾ വേറൊരു മോഡാവും, റെഡ് കളറാവും. ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ഒരു പ്രത്യേക ഡിസൈനാണ്, സ്ലീക്ക് ഡിസൈനാണ്. ഞാൻ പാഡൽ ഷിഫ്റ്റിലോട്ട് മാറ്റിയായിരുന്നു.
നമുക്കിതിൻ്റെ നോർമൽ മോഡ് ഇടാം. ഇതിപ്പോൾ നോർമലിലോട്ടായി. നമുക്കിതിൻ്റെ ബട്ടണിൽ EV മോഡ് മാറ്റാൻ പറ്റും. പക്ഷേ EV മോഡിലോട്ടാക്കുമ്പം EVക്ക് അതിൻ്റേതായ ചാർജ് ഓൾറെഡി ഉണ്ടെങ്കിൽ മാത്രമേ അത് EV മോഡിലോട്ട് മാറത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പിന്നെയും പെട്രോളിലോട്ട് തന്നെ പോകും. ഇപ്പോൾ EV മോഡ് ഡീആക്ടിവേറ്റ് ആയി.
എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ കാറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.